അടികളയും മായിച്ചിടാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, വലിയ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണെന്ന്. യേശുതമ്പുരാൻ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ എവങ്കേലിയോൻ ഭാഗമായി വായിച്ചു കേട്ടതും ഇന്നത്തെ ധ്യാന വിഷയമാകുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ. യേശുതമ്പുരാൻ കഫർന്നഹൂമിൽ ഒരു ഭവനത്തിലുണ്ടെന്നറിഞ്ഞ് വളരെയേറെ ആളുകൾ അവിടെ വന്നുകൂടി. അതിൻ്റെ വാതിൽക്ക് പോലും നിൽക്കുവാൻ സ്ഥലമില്ലാതെയായി. യേശു അവരോട് ദൈവവചനം പങ്കുവച്ചു. ആ സാഹചര്യത്തിലാണ് 4 പേർ ഒരു കട്ടിലിൽ തളർവാദ രോഗിയെയും ചുമന്നുകൊണ്ട് അവിടെ വരുന്നതും യേശുവിനെ കാണുവാനും യേശുവിൻ്റെ അടുത്തെത്തുവാനും സാധിക്കാത്തതുകൊണ്ട് തിരുവചനത്തിൽ പറയുന്നു, ആ ഭവനത്തിൻ്റെ മേൽക്കൂര നീക്കം ചെയ്തു. എന്നിട്ട് ആ രോഗിയെ യേശുവിൻ്റെ അരികിലേക്ക് ഇറക്കി എന്നാണ്. ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷവാത രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. അവനോട് പറയുന്നു, ഇങ്ങോട്ട് 4 പേര് ചേർന്നാണ് ആ രോഗിയെ കൊണ്ടുവന്നെങ്കിൽ അങ്ങോട്ട് അവൻ സ്വയം തൻ്റെ കിടക്ക എടുത്തുകൊണ്ട് പോകുന്ന അനുഭവമാണ്. ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഇതെങ്ങനെ സാധിക്കുന്നു? വീടിൻ്റെ മേൽക്കൂരയൊക്കെ എടുത്തു മാറ്റാൻ സാധിക്കുമോ? കാലത്ത് പാലസ്തീനിലെ ഭവനങ്ങളുടെ ഒരു സവിശേഷതയായിരുന്നു വീടിൻ്റെ മേൽക്കൂര കളിമണ്ണും വൈക്കോലും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അത് എടുത്തു മാറ്റുവാൻ സാധിക്കുന്നത് പ്രകൃതിക്ഷോഭമോ മറ്റും വന്നാൽ യാതൊരു അപകടവും ഉണ്ടാകാതിരിക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം വളരെ പരിമിതമാണ് എന്നുള്ളത് കൊണ്ടും അവിടുത്തെ ഭവനങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ റൂഫ് മാറ്റുവാനായിട്ട് സാധ്യമാകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ നിർമ്മാണം. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിനെ പഠിക്കുവാൻ. അപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാകുന്നത്. ഏതായാലും ജനക്കൂട്ടം ഇവിടെ തടസ്സമാണ്, അല്ലെങ്കിൽ കാരണം യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഇതുപോലെ മറ്റൊരു വ്യക്തിയെ കാണുന്നുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ ബാഹുല്യം നിമിത്തം യേശുവിനെ സമീപിക്കുവാനായിട്ട് സാധിക്കാത്ത സക്കായി ഓടിപ്പൊരു മരത്തിൻ്റെ മുകളിൽ കയറുകയാണ്. യേശു അവനെ കണ്ടെത്തുകയാണ്, അവനോടൊപ്പം ഭവനത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തടസ്സമായി നിന്നതിനെ, പ്രതിബന്ധത്തെ ഈ 4 പേര് അവഗണിച്ച് അതിനെ തരണം ചെയ്ത് യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഞാൻ 2 ചെറിയ സന്ദേശങ്ങൾ മാത്രം നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് സമർപ്പിക്കുകയാണ്. ഒന്ന്, 4 നല്ല വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഇവർ ഈ മനുഷ്യനെയുമായിട്ട് കഷ്ടപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ പോയത്. അവരുടെ ലക്ഷ്യം എന്താണ്? ഈ വ്യക്തിക്ക് സൗഖ്യം കിട്ടണം. അതിനവർ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യുകയാണ്. അവർക്ക് മുമ്പിലുള്ളതായ പ്രതിസന്ധികളെ അവർ വകവയ്ക്കാതെ അതിനെ നേരിടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്, നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്തുക്കൾ, നമ്മുടെ നല്ല പ്രിയപ്പെട്ടവർ എന്നും സഹായമാണ്. അവർ പ്രതിബന്ധങ്ങളെ അവഗണിച്ചുകൊണ്ട് തങ്ങൾ സ്നേഹിക്കുന്നവരെ, തങ്ങൾ എത്രമാത്രം കരുതുന്നു അവരെ, അവർക്ക് വേണ്ടി വേണമെങ്കിൽ ജീവൻ വരെ കൊടുക്കുവാനായിട്ടും തയ്യാറാകും, സംശയമില്ല. അപ്പം നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്തുക്കൾ അത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് കാലത്തിൻ്റെ ആവശ്യമാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ഒരു ചുറ്റുപാടിൽ നാം ജീവിക്കുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അത് സുദൃഢമാക്കുവാനും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുവാനും അത് ഹൃദയത്തിൽ നിന്നുള്ളതായി തീരുവാനുമൊക്കെയുള്ള ഒരാഹ്വാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ
യുവാക്കൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശവും ഇതിനകത്തുണ്ട്. നല്ല ബന്ധങ്ങളാണ്, നല്ല കൂട്ടുകാരാണ്, നല്ല സുഹൃത്തുക്കളാണ് എപ്പോഴും സഹായകരമാകുന്നത്. അപ്പം അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെയും നല്ല കൂട്ടുകാരെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതിനും ആ ഒരു ചോയ്സിനും വലിയ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുക. നന്മയുടെ അംശമുള്ളവർ തീർച്ചയായിട്ടും നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഒന്നാമതായിട്ട് നമുക്കിവിടെ ഉണ്ടാകണം. രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് വാക്കിനെ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആത്മാർത്ഥമായിട്ട് കഷ്ടത സഹിച്ച് യേശുവിൻ്റെ അരികിൽ ഈ മനുഷ്യനെയുമായിട്ട് വന്നു. ഇവരുടെ ഈ വിശ്വാസം കണ്ടിട്ടാണ് യേശു പറയുന്നു, ഇവിടെ പറയുന്നു, ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്, ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ഈ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുകയാണ്. അവനോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ശാസ്ത്രിമാരൊക്കെ അവിടെ കൂടി ഇവൻ എങ്ങനെയാണ് പാപങ്ങൾ മോചിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെ അവിടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ യേശു അതിനെ ഒന്നും ഗമനിക്കുന്നില്ല. യേശു ഇവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു. മറ്റുള്ളവരുടെ സഹായത്താൽ വന്നവൻ ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ തൻ്റെ കിടക്ക എടുത്തുകൊണ്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ശരിക്കും ഈ വ്യക്തികളുടെ, ഇവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് ഇവൻ്റെ രക്ഷയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ ഭക്തരാണെങ്കിൽ നമ്മുടെ ഭാര്യയാകട്ടെ, അല്ലെങ്കിൽ ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അവർ ഭക്തിയുടെ മാർഗത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരുവാനും അവരെ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കുവാനും ഒക്കെ സാധിക്കും. അപ്പം നമ്മൾ ഭക്തരാണെങ്കിൽ നമ്മുടെ ഭക്തിയും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ശൈലിയും മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമാകും. ഇതുകൂടെ ഈ വേദഭാഗം പറയുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഭർത്താവ് പള്ളിയിൽ വരാറില്ല, ഭർത്താവ് മദ്യപിക്കാറുണ്ട്, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അല്പം അകന്നാണ് പോകുന്നത്. ചിലടത്ത് തിരിച്ചും കാണുമായിരിക്കും. അതിനുള്ള ഉത്തരവാണ്, നമ്മൾ ഭക്തരാണെങ്കിൽ, നമ്മുടെ വിശ്വാസം ശക്തമാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അവരെയും ദൈവത്തിൻ്റെ കരുണയുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ പങ്കുവച്ചു. ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ കണ്ടത്, ഈ വേദഭാഗം നമുക്ക് പറഞ്ഞു തരുന്നു, നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക, ആ ബന്ധം നിലനിർത്തുക. രണ്ടാമതായിട്ട് ഈ വേദഭാഗം പറഞ്ഞു തരികയാണ്, ഒരുവൻ്റെ വിശ്വാസം അവരെയും കൂടെ രക്ഷയുടെയും നന്മയുടെ അനുഭവത്തിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഈ ചിന്തകളിലൂടെ നയിക്കുകയും നടത്തുകയും ചെയ്യട്ടെ.